എന്താണ് കോഡിംഗ്, എന്താണ് പ്രോഗ്രാമിംഗ്? പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള സംഭവമാണ് കോഡിംഗ്. ബ്രോ എന്താണ് ശരിക്കും ഈ കോഡിംഗ് എന്ന് പല ആൾക്കാരും ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതിനുള്ള കൃത്യമായ വളരെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പല ആളുകളും കേട്ടിട്ടുണ്ടാവും സി, ജാവാസ്ക്രിപ്റ്റ്, ജാവ, PHP, പൈത്തൺ. എന്താണ് ഇതൊക്കെ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. കോഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ നാട്ടിലെ AI ക്യാമറ എന്ന് എടുക്കുക. ഈ AI ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും നമ്മുടെ ഹെൽമെറ്റ് വെക്കാതെ സഞ്ചരിക്കുന്ന ആളുകൾ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമന്റെ എഫേർട്ട് അവിടെ ആവശ്യമായിട്ട് വരും. അങ്ങനെ മനുഷ്യന്മാരിങ്ങനെ നിൽക്കുന്നു, അവരിങ്ങനെ രേഖപ്പെടുത്തുന്നു, ഇയാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഇയാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അടുത്ത ആള് ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, വലിയൊരു റിസോഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. നല്ല സാലറി ഓർക്കൊക്കെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കുറെ ആൾക്കാർ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ അവിടെ ടെക്നോളജി വരികയാണ്, നമ്മൾ അവിടെ ഒരു AI ക്യാമറ സ്ഥാപിക്കുകയാണ്. ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? AI ക്യാമറ വെച്ചതോടുകൂടി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ആ AI ക്യാമറയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് കുറച്ച് ഇൻഫോർമേഷൻസ്. നമ്മൾ അവിടെ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് ശരിക്കും കോഡിംഗ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ചെയ്താണ്. ഇഫ് ഒരാൾ ഹെൽമെറ്റ് ഇല്ലാതെ വരികയാണെങ്കിൽ അയാൾക്ക് ഫൈൻ ഇടണം. ഓക്കെ, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡാറ്റാസും, ഇപ്പൊ കേരള നമ്മുടെ MVDയുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള എന്തുണ്ടായിരിക്കും, നമ്മളെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ AI ക്യാമറ ഡിറ്റക്ട് ചെയ്യും. ഫസ്റ്റ് വാഹനം പോകുന്നു, അപ്പൊ ഇയാൾക്ക് ഹെൽമെറ്റ് ഉണ്ടോ നോക്കും. ഇല്ല, ഹെൽമെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓനപ്പം തന്നെ പിടിച്ച് സ്കാൻ ചെയ്യുന്നു. ഈ സ്കാൻ ചെയ്യുന്നത് അവൻ നമ്പർ ആയിരിക്കും, നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്യും. ഈ നമ്പർ ബാക്ക് എൻഡിൽ ഡാറ്റാബേസിൽ ഇന്ന നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇന്ന സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുന്നു. എന്നിട്ട് അയാൾക്ക് ഒരു PDF സെൻഡ് ചെയ്യുന്നു. ഇന്ന സമയത്ത് ഇന്ന വാഹനത്തിൽ താൻ സഞ്ചരിച്ച സമയത്ത് തനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു PDF അങ്ങോട്ട് അയക്കുന്നു. 500 രൂപ ഫൈൻ. സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെഷീൻ ഈ കാര്യങ്ങൾ ചെയ്യാണ്. നമ്മുടെ എഫേർട്ട് കുറഞ്ഞു, ഒരുപാട് പേരെ നിർത്തേണ്ട ആവശ്യമില്ല. മെഷീൻ ഈ കാര്യം ചെയ്യാണ്. മെഷീനാണ് ചെയ്യാൻ പോകുന്നത്, സിസ്റ്റം കമ്പ്യൂട്ടറാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഇഷ്യൂ വരും. കമ്പ്യൂട്ടറിനോട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇപ്പൊ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിലാണ്, നിങ്ങൾക്ക് എന്നോടും തിരിച്ചു മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് ആകട്ടെ അല്ലെങ്കിൽ ഹിന്ദി, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിനോട് നമ്മൾ ഈ ലാംഗ്വേജുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒരിക്കലും ഈ ലാംഗ്വേജ് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ലാംഗ്വേജുകളിലേക്ക് നമ്മൾ കമ്പ്യൂട്ടറിന് ഐഡിയാസ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കമ്പ്യൂട്ടറിന് എന്താ ശരിക്കും മനസ്സിലാവുക? കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്നത് 0s and 1 ആണ്, ബൈനറി എന്ന് പറയും. കമ്പ്യൂട്ടറിന് അത് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ബിൽഡിങ് ചെയ്തിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ലാംഗ്വേജുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സി, ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ ഇതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം ലാംഗ്വേജുകളിൽ കുറച്ച് സിന്റാക്സുകൾ ഉണ്ടാവും. ആ സിന്റാക്സ് വെച്ചിട്ട് നമ്മൾ എഴുതുന്ന സംഭവമാണ് കോഡിംഗ്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് അക്സെപ്റ്റബിൾ ആണ്, കമ്പ്യൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാവും. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നല്ല, അത് ഓൾറെഡി എന്ത് ചെയ്യും? 0s and 1 ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും കമ്പ്യൂട്ടറിന് ഉൾക്കൊള്ളാൻ പറ്റുകയും കമ്പ്യൂട്ടർ അതിനനുസരിച്ചുള്ള ടാസ്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ മെഷീനിന് ഒരു സെറ്റ് ഓഫ് ഇൻഫോർമേഷൻ പാസ് ചെയ്യാണ് നമ്മൾ ഒരു ലാംഗ്വേജ് എടുക്കും. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതിനകത്ത് നമുക്ക് ഏതൊരു ലാംഗ്വേജ് കൊടുക്കാം, എന്നിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് ഇൻഫോർമേഷൻ എഴുതുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക്. ഇപ്പം ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ചോദിക്കും കോഡിങ് ടഫാണ്. ഞാൻ ഈ പറഞ്ഞ കഥയിൽ തന്നെ ഒരു സംഭവം ശ്രദ്ധിക്കുക. 100 ബൈക്കുകൾ റോഡിലൂടെ പോവാണ്. 100 ബൈക്കുകാരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം ഹെൽമെറ്റ് ഇല്ലാത്ത ആളുകളെ മാത്രം ചെക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പണി കുറയും. അത്രയും പ്രോസസ്സും ഒക്കെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ആ ഒരു സംഭവമാണ് നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ലോജിക് എന്ന് പറയുന്നത്. അതായത് 100 പേരെയും ചെക്ക് ചെയ്യുന്നതിന് പകരം ഇഫ് ആരെങ്കിലും ഹെൽമെറ്റ് വെക്കാതെ വരുന്നുണ്ടോ എന്നാൽ ഓന്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊണ്ടുവരിക. അല്ലാതെ പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് മൊത്തം ബാക്ക് എൻഡിൽ പോയി ചെക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതൊരു റോങ് വേ ഓഫ് കോഡിംഗ് ആണ്. അപ്പൊ ആ ഒരു ലോജിക് നിങ്ങൾക്ക് മനസ്സിലാവണം.
അപ്പം അതൊക്കെ വേറെ കാര്യങ്ങളാണ്. അതൊന്നുമല്ല, നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഇതാണ് കോഡിങ്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എഴുതുന്നു, കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. കമ്പ്യൂട്ടറിന് എന്തായാലും നോർമൽ ലാംഗ്വേജുകളൊന്നും മനസ്സിലാവില്ല. അപ്പൊ കമ്പ്യൂട്ടറിന് ഓൾറെഡി മനസ്സിലാവുന്ന ചില ആളുകൾ ഓൾറെഡി എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ചില ലാംഗ്വേജസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ സിയും HTML-ഉം ജാവയും ഒക്കെ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്യുന്നു, അതാണ് കോഡിങ്, പ്രോഗ്രാമിംഗ്. അപ്പൊ ഇതാണ് സംഭവം, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ കൂടുതൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തൊക്കെയാണോ അറിയാനുള്ളത് അത് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. അതുവരെ ഒത്തിരി സ്നേഹം, ഒത്തിരി ഇഷ്ടം. ബൈ ബൈ.